അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. SLRCയുടെ പ്രൗഢമായ ഒരു സമ്മേളനത്തിൻ്റെ സമാപനത്തിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനാനന്തരം പിരിഞ്ഞു പോകാനുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ച് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. SLRCയുടെ വ്യത്യസ്തമായ പല പരിപാടികളിലും പല സന്ദർഭങ്ങളിലായി പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. SLRCയിലെ ഒരു പഠിതാവല്ലെങ്കിലും അതിൻ്റെ മൂവ്മെൻറ്റുകൾ, അതിൻ്റെ വൈജ്ഞാനികമായി നടത്തിയിട്ടുള്ള വലിയ വിപ്ലവങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ, ഖുർആനിനെ മാത്രമല്ല നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കാൻ യാതൊരു പ്രയാസവുമില്ലാത്ത ഒരു കാലമാണ് ഇന്നത്തെ കാലം. അതിനൊരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് മാത്രമാണ് താല്പര്യമെങ്കിൽ SLRCയിൽ വരേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഖുർആനിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട് എന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ SLRCയെ പോലെ ഒരു പ്രസ്ഥാനത്തെ പ്രസക്തമാക്കുന്നത് ഖുർആൻ പഠിക്കുന്നത് അതിൻ്റെ അസലിൽ നിന്നാവുന്നില്ലെങ്കിൽ, അതിൻ്റെ ജനുവിനായ റൂട്ടിൽ നിന്നാവുന്നില്ലെങ്കിൽ, ഖുർആനിനെ ഏറ്റവും ശക്തമായി അതിനെ നിർവചിക്കാൻ കഴിയുന്ന അതിൻ്റെ പ്രാമാണികത്വത്തിൻ്റെ പിൻബലമില്ലാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ രാജ്യത്തും ലോകത്തും ഉണ്ടാകുമെന്നതാണ്. പഠിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വഴി പഠിക്കാം. പലതരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ ഒരു മഹാപ്രവാഹമുള്ള ഒരു ലോകമാണിത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് സത്യസന്ധമായി നേരാംവണ്ണം ഖുർആനിനെ വായിക്കാൻ കഴിയുക എന്നതാണ് ഒരുപക്ഷെ SLRC പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ വ്യതിരിക്തമാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ഖുർആൻ അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇന്ന് ലോകം കാണുന്ന ഇസ്ലാമിക വിരുദ്ധവും ഇസ്ലാമിക പക്ഷത്തെന്ന് പറയുകയും ചെയ്യുന്ന മഹാദുരന്തങ്ങളുടെ തുടക്കം അതാണ്. 23 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടതാണ് ഈ വിശുദ്ധ ഖുർആൻ. 23 വർഷം കൊണ്ടൊരു ഗ്രന്ഥം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അത് കാലവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഷ, അതിൻ്റെ പ്രായോഗികമായ പ്രയോഗവചനങ്ങൾ, അതിൽ അവതരിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എല്ലാം കാലത്തെ ചേർത്ത് വെച്ചുകൊണ്ടല്ല നിങ്ങൾ വായിക്കുന്നതെങ്കിൽ, സന്ദർഭത്തെ ചേർത്ത് വെച്ചുകൊണ്ടല്ല നിങ്ങളത് വായിക്കുന്നതെങ്കിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതുവഴി ഉണ്ടാകും. വിഷയങ്ങൾ, വിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തോട് പറയുന്ന വിഷയങ്ങളെ അതിൻ്റെ കാലത്തോട് ചേർത്ത് വെച്ച് പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സൂറത്തു നിസായിലെ ഒരൊറ്റ വാചകം മാത്രമാണ് ഏറ്റവും രൂക്ഷമായി ഇസ്ലാമിക വിരുദ്ധമായി, വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി, മനുഷ്യത്വ വിരുദ്ധമായി ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നതിലെ ഏറ്റവും പ്രഭാതമായ സൂറത്തുകളിൽ ഒന്ന് അതാണ്. സൂറത്തു നിസായിലാണ്. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. എത്രയോ വലിയ ചർച്ചകൾ വന്നിട്ടുള്ളതാണത്. ഖുർആനിനെ തെറ്റായി വായിക്കുന്ന ഒന്ന്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ എതിരാളികൾക്കെതിരെ, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ
ആളുകളൊക്കെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത്, സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആയുധമെടുത്ത് പോരാട്ടം നടത്തുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ വർത്തമാനകാല സംഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സായുധമായി സജ്ജമാക്കാത്തത് എന്ന ചോദ്യം ആവർത്തിക്കാൻ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം അതിനെക്കുറിച്ച് ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രതികരണം എങ്ങനെയാവും? ഖാത്തിലുൽ മുശ്രിക്കീന കാഫത്തൻ, നിങ്ങൾ പ്രയോഗവാദികളെ, മൗലികവാദികളെ, അല്ലെങ്കിൽ മതവിരുദ്ധരായ ആളുകളെ മുഴുവൻ കൊന്നുകളയണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തത്തെ എടുത്ത് ലോകത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധരായ മുഴുവൻ ആളുകളെയും കൊല്ലണം എന്ന ഭാഷ്യം ചമക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയായിരിക്കും ലോകത്ത് ഒരുപക്ഷെ ഖുർആനുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രതികരണം ഏത് തരത്തിലായിരിക്കും വരിക എന്നത് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലായിടത്തും എവിടെയായാലും ഏത് തരത്തിൽ ഒരു കാലത്തോട് സംവദിക്കുന്ന ഖുർആനികമായ നിർദ്ദേശങ്ങളും സൂക്തങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയും കാലത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമാണ് വായിക്കാനാവുക. ഖുർആനിലെ വരികൾ മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആളുകൾ നമുക്കിടയിലുണ്ട്. ഖുർആനിൽ ഈ കാണുന്ന ഇസ്ലാമിക സമൂഹം ആചരിക്കുന്ന എല്ലാ രീതികളും ഖുർആനിലുണ്ടോ? ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് വിശുദ്ധ ഖുർആനിൻ്റെ നിർവചനം എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അത് പ്രവാചകന്റെ ജീവിതമാണ് എന്നാണ്. പ്രവാചകൻ ഹജ്ജത്തുൽ വിദാഇൽ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്കിതാ ഞാൻ ഇട്ടേച്ച് പോവുകയാണ് വിശുദ്ധമായ ഖുർആൻ എന്നു മാത്രമല്ല എൻ്റെ ജീവിതവും എന്നാണ്. ഖുർആൻ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ വിശദീകരണം പ്രവാചകന്റെ ജീവിതമാണ്, പ്രവാചകന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ്, പ്രവാചകന്റെ ജീവിതത്തിൻ്റെ ചര്യകളാണ്, പ്രവാചകൻ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള മഹത്തരവും മഹനീയവുമായ മാതൃകകളാണ്. ഖുർആൻ മാത്രം വായിച്ചാൽ 5 വക്ത് നമസ്കാരം ഉണ്ടാകുമോ? ഖുർആൻ മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് ഒളുവെടുക്കാൻ സാധിക്കുമോ? ഖുർആൻ മാത്രം വായിച്ചാൽ അത് നോക്കി മയ്യത്ത് നമസ്കരിക്കാൻ കഴിയുമോ? വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ആചരിക്കുന്ന എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്? അപ്പോൾ ഖുർആൻ വായിക്കുക എന്ന് പറയുന്നത് ഭാഷാർത്ഥത്തിലുള്ള വായനയല്ല. ഖുർആൻ വായിക്കുക എന്ന് പറയുന്നത് അർത്ഥത്തെ മാത്രം ഏറ്റെടുത്തു പറയുന്ന ഒന്നുമല്ല. ഖുർആൻ വായിക്കുക എന്ന് പറയുന്നത് മറ്റേതൊരു വായനയിൽ നിന്നും വ്യതിരിക്തമായ ഒരു വായനയാണ്. അവിടെയാണ് ഒരു പക്ഷേ SLRC വ്യതിരിക്തമാകുന്നത്, KVയുടെ അതിൻ്റെ പഠനത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാകുന്നത്. SLRCക്ക് പറയാനുണ്ടാകുന്നത് അവിടെയാണ് ഓരോ കാര്യം. ഇപ്പോൾ റമദാൻ വരികയാണ്, ഫജ്ർ വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഫജ്ർ വരെ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, വെളുത്ത ചരട് കറുത്ത ചരടിൽ നിന്ന് വ്യതിരിക്തമാവുന്നത് വരെ, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. വെളുത്ത ചരട് കറുത്ത ചരടിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. ഒരു ഹദീസുണ്ട്, ഒരു സഹാബി തൻ്റെ കാലിൽ ഒരു കറുത്ത ചരടും വെളുത്ത ചരടും കെട്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം വരിക എന്ന് നോക്കിയിട്ട്. അന്നത്തെ കാലത്തും ഈ പറയുന്ന ഖുർആൻ സൂക്തങ്ങളെ അത്രമേൽ പെട്ടെന്ന് ഗ്രാഹ്യമാവാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കാലത്തുണ്ടാവില്ലേ? ഖുർആൻ എന്തുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞതിൻ്റെ ഭാഷയിലെ നേരർത്ഥമല്ല, അതിൻ്റെ നിർവചനം അല്ലെങ്കിൽ പറയുന്ന രീതി മാത്രമല്ല, അതിനപ്പുറത്ത് ഞാൻ ഒരുപാട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. പുതിയ കാലത്ത് ഖുർആനിനെ സത്യസന്ധമായി അവതരിപ്പിക്കപ്പെടുക എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിന് ഒരുപാട് സൂചകങ്ങളുണ്ട്. ഖുർആനിനെ നെഗറ്റീവ് അപ്രോച്ചിൽ നിന്ന് ഖുർആൻ പഠിക്കുകയും എന്നാൽ അതിനെ പോസിറ്റീവായി എടുക്കുകയും ചെയ്ത ചലനങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. ട്വിൻ ടവർ തകർക്കാൻ പോയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പോകുന്നതിന് മുമ്പ് ട്വീറ്റ് ചെയ്തത്, അദ്ദേഹം മെയിൽ അയച്ച സന്ദേശമുണ്ട്. അറിയാം നമുക്കൊക്കെ, അദ്ദേഹം ഒരു ഗോൾഡ് വിന്നറായിരുന്നു. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമുണ്ട് ആയിരുന്നു അദ്ദേഹത്തിന്. അപാരമായ ഇസ്ലാമിക ജ്ഞാനമുണ്ട് എന്ന് ആളുകൾ പറഞ്ഞിരുന്നു. അയാൾ അവസാനം മെയിൽ ചെയ്തത് എന്ന് വെച്ചാൽ ട്വിൻ ടവർ തകർക്കാൻ പോയ ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് അയാളായിരുന്നു, ആ ചെറുപ്പക്കാരനായിരുന്നു, ഗോൾഡ് വിന്നറായിട്ടുള്ള എഞ്ചിനീയറാണ് അയാൾ. എഴുതിയത്, ഞാൻ ഇത് ചെയ്യുന്നത് വിശുദ്ധമായ ഒരു കർമ്മമാണ്, അതിനെന്നെ പ്രേരിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണ്. എങ്ങനെയാണത് സംഭവിക്കുക? ലോകം നടുങ്ങിത്തെറിച്ചു പോയ ഭീകരമായ ആക്രമണമായിരുന്നു ട്വിൻ ടവർ ആക്രമണം. നിരപരാധികളായ ആളുകൾ കൊന്നൊടുക്കപ്പെട്ട അതിക്രൂരമായ ആക്രമണമായിരുന്നു ട്വിൻ ടവർ ആക്രമണം. അമേരിക്ക നടുങ്ങിയോ സ്വേച്ഛാധിപതികൾ വിറങ്ങലിച്ചോ എന്നതൊക്കെ വേറെ കാര്യമാണ്. അതൊന്നും ഒരു വിശ്വാസിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, അതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. ഒരു വിശ്വാസി എങ്ങനെയാണ് നിരപരാധികളെ കൊന്നൊടുക്കാൻ വിശുദ്ധ ഖുർആനിനെ ആധാരമാക്കുക?
ഒരു വിശ്വാസി എങ്ങനെയാണ് നിരപരാധികളെ കൊന്നൊടുക്കലാണ് എൻ്റെ പ്രചോദനമാകുന്നത് ഖുർആനാണ് എന്ന് പറയുക? ആ സമയത്ത് പാശ്ചാത്യർ ഖുർആനിലേക്ക് തിരിഞ്ഞു വന്നത് ഇത്രമേൽ ക്രൂരമായ, മനുഷ്യനെ ഇത്രമേൽ മനുഷ്യത്വഹീനനാക്കുന്ന ഈ ഗ്രന്ഥം എന്താണ് എന്ന് പരിശോധിക്കാനാണ്. ആ കാലത്ത് ചിലർ നെഗറ്റീവ് ആസ്പെക്റ്റിൽ നിന്നാണ് ഖുർആനിലേക്ക് അവർ വന്നത്. ഖുർആൻ പഠിക്കുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത്. എത്രയോ റൈറ്റപ്പുകൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഖുർആൻ പഠിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നു. ജോൺ ടീറ്റിന്റെ ഒരു പ്രയോഗമുണ്ട്. ഈ ഖുർആൻ വായിച്ചിട്ടാണോ ഈ ചെറുപ്പക്കാരൻ ഇത്ര പേരെ കൊന്നത്? ഒരു ഉറുമ്പിനെ കൊല്ലാൻ കഴിയുമോ ഈ ഖുർആൻ വായിച്ചാൽ? ഒരു ഉറുമ്പിനെ ദ്രോഹിക്കാൻ കഴിയുമോ ഈ ഖുർആൻ വായിച്ചാൽ? അയാൾ അത്ഭുതപ്പെടുന്നുണ്ട്. ഞാൻ ഈ വിശുദ്ധ ഖുർആൻ എൻ്റെ കയ്യിലെടുക്കുന്നത് മനുഷ്യന്റെ ചോരയുടെ മണമുള്ള ഗ്രന്ഥം എന്ന് കരുതിയാണ്. ഞാൻ വിശുദ്ധ ഖുർആൻ എൻ്റെ കയ്യിലെടുക്കുന്നത് മനുഷ്യനെ പച്ചക്ക് കൊന്നു തള്ളുന്ന ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥം എന്ന നിലക്കാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വത്തിൻ്റെ, പ്രായോഗികമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ മാർഗം ഖുർആനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈ ഖുർആനിനെ ഞാൻ നേരാംവണ്ണം പഠിക്കുമ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. നേരാംവണ്ണം ഖുർആൻ മാത്രമല്ല, ദീൻ പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണിത്. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇവിടെ എൻ്റെ ബഹുമാന്യനായ സഹോദരൻ മുഹമ്മദ് അലിക്ക അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗം മുതൽ ബഹുമാന്യനായ MP അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു അഭിശപ്തമായ കാലമാണിത്. ഞാൻ ആ പ്രയോഗം ഒരിക്കലും നിങ്ങൾ പ്രയോഗിക്കരുതേ എന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും പറയുകയാണ്. അങ്ങനെ ഒരു അഭിശപ്തമായ കാലമൊന്നുമല്ല. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യാപകമായ പ്രചാരണങ്ങൾ ഉണ്ടാവുന്നു. വലിയൊരു പ്രതീക്ഷയുമില്ല എന്ന തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ഖുർആൻ വായിക്കുന്നില്ലേ? നിങ്ങൾ ഖുർആൻ പഠിക്കുന്നില്ലേ? എന്തിനാണ് ഈ അശാന്തികൾ പ്രചരിപ്പിക്കപ്പെടുന്നത്? എന്തിനാണ് ഈ ഭയപ്പാടുകൾ ഉണ്ടാവുന്നത്? അങ്ങനെ ഭയപ്പെടാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഇന്ത്യ ഫാഷിസ്റ്റുകളുടെ കയ്യിലാണ് എന്നതാണോ? ഇന്ത്യയിൽ അപകടകാരിയായ ഒരു ഭരണാധികാരി രാജ്യത്ത് വന്നു എന്നതുകൊണ്ടാണോ? സ്റ്റേറ്റുകൾ അവർ പിടിച്ചെടുക്കുന്നു എന്നതുകൊണ്ടാണോ? രാജ്യത്തിൻ്റെ തെരുവുകളിൽ അതിക്രമങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടാണോ? അങ്ങനെ ഭയപ്പെടാനുണ്ടോ? ഞാൻ പറയുന്നു, ആ ഭയക്രാന്തമായ അന്തരീക്ഷത്തിലും വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെ ഒരുപാട് കിരണങ്ങളുണ്ട്. ആദരണീയനായ MA ഷാനവാസ് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, കാശ്മീരിൽ ക്രൂരമായി ഒരു കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യ ആരുടെ കൂടെയായിരുന്നു? ആരുടെ കൂടെയായിരുന്നു? ഈ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോട് ബയത്ത് ചെയ്ത് നിൽക്കുന്നവരാണ് നമ്മൾ. കരാറിൽ ഒപ്പുവെച്ച് നിൽക്കുന്നവരാണ് നമ്മൾ. ഈ രാജ്യം അപകടപ്പെടുന്ന ഒന്നിൻ്റെ കൂടെയും നിൽക്കാൻ പാടില്ലാത്തവരാണ് നമ്മൾ. നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന വിശ്വാസം അതാണ്. നിങ്ങൾക്ക് എന്താണ് ഇന്ത്യ രാജ്യത്ത് ഭയപ്പെടാനുള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ ഓർക്കണം, 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം നിങ്ങളും ഞാനും സംസാരിക്കാവുന്ന തലത്തിലേക്ക് ഇന്ത്യയിലെ മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്, ലോകത്തിലെ മനസാക്ഷിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളും ഞാനുമല്ല, ഒരു പള്ളിയിലെ ഖത്തീബുമല്ല, ഒരു മതസംഘടനയുടെ നേതാവുമല്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രബല സമുദായം, ഹൈന്ദവ സമുദായത്തിലെ സവർണ സമുദായങ്ങളിലെ പ്രബല സമുദായം, പണ്ഡിറ്റുകൾ, കാശ്മീരി പണ്ഡിറ്റ്, ഹിന്ദു ബ്രാഹ്മണൻ, അയാളാണ് ആ സംഭവം, ആസിഫയുടെ സംഭവം ലോകത്തോട് പറയുന്നത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ വ്യാപകമായ ഫാഷിസ്റ്റുകളുടെ കടന്നാക്രമണങ്ങളുണ്ട്. ആരാണ് നിങ്ങളോട് പറയുന്നത്? മെനഞ്ഞാന്നത്തെ കുത്തുബയിൽ KV പറഞ്ഞതാണോ നിങ്ങളോട്? അല്ലല്ലോ. ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഹിന്ദുക്കളായിട്ടുള്ള ജഡ്ജിമാരാണ് പറയുന്നത്, ഇതാ ജുഡീഷ്യറിയെ ഫാഷിസ്റ്റ് വൽക്കരിക്കാൻ വരുന്നു. എന്തിനാണ് നിരാശരാകുന്നത്? ലേബർ മുറിയിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞിന് എന്താണ് കൊല്ലപ്പെട്ടു പോയ ആസിഫയുടെ പേര് ചേർക്കുന്നത് ഹിന്ദു സഹോദരന്മാരാണ്. ജയദേവിക എന്ന് പറയുന്ന ഒരു സാഹിത്യകാരിയെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു TV ചർച്ചയിൽ അവർ പറയുന്നുണ്ട്, ഞാൻ ബ്രഹ്മണയാണ്, പക്ഷെ ഞാനിനി ഒരു ക്ഷേത്രത്തിൻ്റെ ചുവടുപടി കടക്കില്ല. ആസിഫ എന്ന് പറയുന്ന എൻ്റെ മോൾക്ക് നീതി ലഭിക്കുന്നത് വരെ. ക്ഷേത്രത്തിൻ്റെ പടി കടക്കുമ്പോൾ കേൾക്കുന്നത് ആസിഫയുടെ കരച്ചിലാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കാല് വെക്കുമ്പോൾ കേൾക്കുന്നത് പിടഞ്ഞു കരയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ രോദനമാണ്. ആ പെൺകുട്ടിക്ക് തുണയാവാൻ ദേവിക്ക് കഴിയുന്നില്ലേ? ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പടി ചവിട്ടില്ല, ആസിഫക്ക് നീതി ലഭിക്കുന്നത് വരെ.
സമാനമായ ഒരു പ്രയോഗം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് നിന്നായിരുന്നെങ്കിലോ? ഓർത്തു നോക്കൂ, നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹു എങ്ങനെയാണ് ഒരു സമൂഹത്തെ സഹായിക്കുക? എനിക്ക് അത്ഭുതം തോന്നുന്നു. വംശപരിയുടെ നാടാണ് UK എന്ന് നമ്മൾ പറയാറുണ്ട്. ഇസ്ലാമോഫോബിയ ഒരു രോഗം പോലെ പിടികൂടിയ നാടാണ് UK. ഇംഗ്ലണ്ട്, അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. ഒരു മാന്ത്രികനായ ഫുട്ബോൾ കളിക്കാരനുണ്ട്, പേര് സലാഹ. സലാഹിന്റെ കളി അതിമനോഹരമാണ്. സലാഹിന്റെ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു പന്ത് കിട്ടിയാൽ മാന്ത്രികമായി സലാഹ് തൻ്റെ ഗോൾ വലയങ്ങളിൽ കൊണ്ടുപോയി വീഴ്ത്തും. സലാഹ് ഒരു ബോൾ പാസ് ചെയ്ത് കൊടുത്താൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ സലാഹ് ഓടി എതിരാളിയുടെ ഗോൾ മുഖത്തുണ്ടാകും. സലാഹിന്റെ ട്രെയിനിങ് പീരിയഡുകൾ കഴിഞ്ഞാൽ സലാഹ് വിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടേയിരിക്കും. വിമാനയാത്രകളിൽ സലാഹ് ഖുർആൻ വായിക്കുന്നത് അതാണ് വായിച്ചുകൊണ്ടിരിക്കുക. ഫുട്ബോൾ കളികൾ നടക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് ലിവർപൂളിന് വേണ്ടിയാണ്. സലാഹ് കളിക്കാൻ നിന്നാൽ, സലാഹ് ഒരു ഗോൾ അടിച്ചാൽ, നമ്മൾ കാണാറുണ്ട്, ഒരു സിക്സർ അടിച്ചാൽ, ഒരു ഗോൾ അടിച്ചാൽ തൻ്റെ ജേഴ്സി ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് കാണികൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്ത് ആർത്തലക്കുന്ന കളിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സലാഹ് ഒരു ഗോൾ അടിച്ചാൽ സുജൂദിലേക്ക് വീഴും. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സലാഹിന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടാകും. നിങ്ങൾക്കറിയുമോ, വംശവരിയുടെയും ഇസ്ലാമോഫോബിയുടെയും നാടെന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ഗാലറികൾ ആർത്തലക്കുകയാണ്. ഓ സലാഹ്, സലാഹ്, നീ വായിക്കുന്ന ഖുർആൻ ഞങ്ങൾക്ക് വായിക്കണം, നീ ധ്യാനിക്കുന്ന അള്ളാഹുവിനെ ഞങ്ങൾക്ക് ധ്യാനിക്കണം, നിന്റെ ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സലാഹ്. നീ കാണിക്കുന്നത് എന്ത് അത്ഭുതമാണ്! ലോകത്തിനെ വിറപ്പിച്ച് മുൾമുനയിൽ നിർത്തി നീ അതിശയിപ്പിച്ചൊരു ഗോൾ അടിക്കുമ്പോൾ നീ കാണികളെ നോക്കി അഹങ്കരിക്കുകയല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്. ഈ വിനയം നീ എങ്ങനെയാണ് പഠിച്ചത്? നിന്റെ ഖുർആൻ വായിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് സലാഹ്. ഓ സലാഹ് എന്നാർത്തലക്കുന്ന UK ഗാലറികൾ. സ്നേഹമുള്ളവരെ, അള്ളാഹു തീരുമാനിച്ചാൽ ഒരു കാൽപന്തു കളിക്കാരൻ്റെ കാലിൻ്റെ മാന്ത്രികത മതി ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഇസ്ലാമോഫോബിയയെ ഉരുക്കി കളയാൻ. കാത്തിരിക്കുക എന്ന് പറയുന്നത് വിശ്വാസിക്ക് പറഞ്ഞതാണ്. ധൃതി എന്ന് പറയുന്നത് അവിശ്വാസികളുടെ കൂട്ടാണ്. ഇവിടെ എല്ലാവർക്കും ഭയക്രാന്തരായി നിൽക്കുകയാണ്. ഈ ഭയം ആരാണ് പ്രചരിപ്പിക്കുന്നത്? ഈ ഭയപ്രചാരകന്മാരാരാണ്? ആ ഭയത്തിന്റെ പ്രചാരകന്മാർ നമ്മുടെ ചെറുപ്പക്കാരെ വേട്ടയാടുന്നുണ്ട്, അറിയാതെ പോവരുത്. നിങ്ങൾ വിശ്വാസികളല്ലേ, അള്ളാഹുവിൽ വിശ്വാസമില്ലേ? എന്തിനാ ഈ പേടി? എല്ലാം തകർന്നു, ആകെ കുഴപ്പാണ്, വല്ലാത്ത ബേജാറാണ്. എവിടെയാ ബേജാറുള്ളത്? എവിടെയാ ബേജാറുള്ളത്? എവിടെയാ ഭയപ്പെടാനുള്ളത്? അതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ശക്തിയില്ലേ ഇന്ന് ലോകത്ത്? ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കഴിയുന്ന തരത്തിലേക്ക് ഖുർആനിനെ നിങ്ങൾ വായിക്കുക മനസ്സാന്നിധ്യത്തോടെ. റമദാൻ വരികയാണ്. വായനകൾ ഒരു കീർത്തനങ്ങളായി പോകുന്നതിനപ്പുറത്ത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന നന്മയുടെ നാരുകളായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ് SLRC ഒരുപക്ഷെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ ഭയമുണ്ടാകുമോ? ഈ കാണുന്ന ചേഷ്ടകളിൽ ഭയപ്പെട്ടു പോകുമോ? ഈ കാണുന്ന വാക്കുകൾ നമ്മളുടെ മനസ്സിനെ മുറിച്ചു കളയുമോ? എനിക്ക് തോന്നുന്നില്ല. ഖുർആൻ വായിക്കുന്നവൻ വിനീതനാവും, ഖുർആൻ വായിക്കുന്നവൻ ശാന്തനാവും. നിങ്ങളുടെ മനസ്സുകൾക്ക് സ്വാസ്ഥ്യമുണ്ടെങ്കിൽ, ഒരു പ്രയാസമുണ്ടെങ്കിൽ, ഖുർആനിനെ അർത്ഥത്തോടെ വായിച്ചെടുക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു ഇൻസൈറ്റ് പോലെ നമുക്കകത്തേക്ക് ഒരു കണ്ണു തുറക്കും. അത് വലിയ പ്രയാസം. ഖുർആൻ വിനീതമാക്കുക വലിയ പ്രയാസം. ഇന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിലെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ ഇസ്ലാമിക പഠനങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്. അത് വ്യാപകമായി തകർക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഖുർആനിലെ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്ത് മുഴുവൻ അങ്ങനെയുണ്ട്. എന്നുവെച്ചാൽ ഈ ക്രൈറ്റീരിയ എങ്ങനെയാണ്? അദബ്, ഇൽമ്, ഇബാദത്ത്, അങ്ങനെയാണ്. അദബ്, ഇൽമ്, ഇബാദത്ത്. അത് ഖുർആനിനെ നേരാവണ്ണം വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത് നേരെ തിരിച്ചിട്ടിരിക്കുകയാണ് മുസ്ലിം ലോകം. രസകരമായി തിരിച്ചറിയാൻ എങ്ങനെയാണ്? ഇബാദത്ത്, പിന്നെന്താണ്? ഇൽമ്, അദബ്. അദബ് ലാസ്റ്റാണ്.
ചിലർ നല്ല ഇബാദത്താണ്. കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാ പള്ളികളും നമ്മൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പള്ളി ഉണ്ടാക്കിയിട്ടും എല്ലാ പള്ളിക്കും ആളുണ്ട് ഇല്ലേ? എവിടെ സുബൈക്ക് ആളില്ലാത്തത്, ജുമാക്കാട് ആളില്ലാത്തത്? എല്ലായിടത്തും ആളുണ്ട്. എല്ലാവരും ഇബാദത്ത് എടുക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കാൻ നിൽക്കണില്ല അല്ലേ? എല്ലാവരും ഇബാദത്തിലുണ്ട്. ഇൽമും അത്യാവശ്യമുണ്ട്. അല്ല പഠിപ്പിക്കേണ്ട ഇൽമ്. ചിലരൊക്കെ മൊന്ത തിരിച്ചു വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കണത്, ഉള്ളു കയറുന്നില്ല എന്ന് മാത്രം. പക്ഷെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം പ്രസിദ്ധീകരണങ്ങളെ കൊണ്ട് നിൽക്കാൻ വയ്യ, മുസ്ലിം കേസറ്റ് കൊണ്ട് നിൽക്കാൻ വയ്യ, മുസ്ലിം പ്രഭാഷണങ്ങൾ കൊണ്ട് നിൽക്കാൻ വയ്യ, യൂട്യൂബ് ഇട്ട് തുറക്കാൻ വയ്യ, വാട്സാപ്പ് നോക്കിക്കൂടാ, ഫേസ്ബുക്ക് തുറന്നുകൂടാ എന്നുള്ള അവസ്ഥയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ വെറുതെ നാലും നമ്മളെ പഠിപ്പിക്കും. ഇൽമുണ്ട്. ഒറ്റ എണ്ണത്തിന് അതമില്ല എന്ന് പറയുന്നതിൽ ആരും വിഷമം വിചാരിക്കരുത്. മഹാഭൂരിപക്ഷത്തിനും അതില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രസംഗത്തിന് 1 ലക്ഷം റുപ്യ കൈക്കൂലി വാങ്ങുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവുന്നത്. അതാണ് ഒരു പ്രസംഗത്തിന് ഇത്ര ലക്ഷം റുപ്യ എന്ന് വെച്ചിട്ട് കോൺട്രാക്ട് വൈസിൽ വന്നിട്ട് ഇൽമു പഠിപ്പിക്കണത്. ആദ്യമുണ്ടാവേണ്ട അതബില്ലാത്തവന് ഇൽമു കിട്ടിയതുകൊണ്ടാണ്. അതബുള്ളവന് ഇൽമു വേണം. അതബും ഇൽമും ഉള്ളവൻ ഇബാദത്ത് ചെയ്യണം. അള്ളാഹിന്റെ അടുത്തെത്തണമെങ്കിൽ പഠിച്ചാൽ മാത്രം മതി എന്ന് വിചാരിക്കരുത് നിങ്ങൾ. പഠിച്ചുകൊണ്ട് മാത്രം ഖുർആനങ്ങ് ഹൃദയസ്ഥമാക്കിയിട്ട് കാണാതെ ചൊല്ലിയിട്ട് എന്താ കാര്യമുള്ളത്? അതൊരു ഇൽമാണ്. ഇൽമിന് വെളിച്ചമുണ്ടാകണമെങ്കിൽ അതബുണ്ടാകണം. ഇൽമും അതബും ചേരുന്നവന്റെ ഇബാദത്താണ് അള്ളാഹുവിലേക്ക് ഒരു എണ്ണയിൽ നൂല് വലിച്ചെടുക്കുന്നത് പോലെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. അല്ലെങ്കിൽ അതെത്തുമെന്ന് വിചാരിക്കരുത്. വ്യാപകമായ ഇൽമുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മതസ്ഥാപനങ്ങളുടെ നിക്കക്കള്ളിയില്ലാത്ത മതസ്ഥാപനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ 100 കണക്കിന് മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന കോൺട്രാക്ട് ബേസിലെ കച്ചവട മതങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണിത്? ഉമർ റളിയല്ലാഹു തആല പറഞ്ഞാണ്, നിങ്ങൾ ആദ്യം അദബ് പഠിക്കുക, എന്നിട്ട് പോകുക ഇൽമിന് പഠിക്കാൻ. ഇവിടെ അതില്ല, ഒരു മര്യാദയില്ല. ഏറ്റവും വലിയ അഹങ്കാരികൾ പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിനാണ്. ഭയങ്കര തലക്കനാണ്. ആളുകളെ മൈൻഡ് ചെയ്യൂല, ആളുകളോട് സ്നേഹത്തോടെ പെരുമാറില്ല. ആരുടെ മുമ്പിലും സ്നേഹമായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വാചാലമായി സംസാരിക്കും. ഉമർ റളിയല്ലാഹു തആല കടന്നത് കണ്ടിട്ടില്ലേ? ഈത്തപ്പനപ്പായ അദ്ദേഹത്തിന്റെ പുറത്ത് എഴുന്നേറ്റാൽ ഈത്തപ്പന ഇവിടെ പാടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എക്കോട്ട് മൈക്കിൽ ഇങ്ങനെ കടകടകടകടോ എന്ന് പ്രസംഗിച്ചിട്ട് ബാക്കിൽ കമ്മിറ്റി പ്രസിഡന്റിനോട് മറ്റേ 1 ലക്ഷം റുപ്യ അക്കൗണ്ടിൽ ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങുന്നവന്റെ ഇൽമ് പ്രഭാഷണം ഈ സമൂഹത്തിൽ എങ്ങനെയെത്തുക? ഈ ക്രൈറ്റീരിയ ക്രമം തെറ്റുന്നതൊക്കെ അതിക്രമമാണ്. എൻ്റെ ഇവിടെ വെക്കേണ്ട പെണ്ണെടുത്ത് ഞാൻ ടേബിളിൽ വെക്കുമ്പോൾ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇസ്ലാമിക വൈജ്ഞാനിക ശാഖയിലെ ഏറ്റവും സുപ്രധാനമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു തആല അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അദബ്, ഇൽമ്, ഇബാദത്ത്. തിരിച്ചിട്ടു നമ്മൾ ഇബാദത്തിന്റെ പരാക്രമം, ഇൽമു കുറവ്. ഇനി ഇൽമും ഇബാദത്തുണ്ടോ? അദബ് കുറവ്. ഇത് 3ഉം ചേരുമ്പോഴാണ് ഖുർആനിനെ നേരുപോലെ വായിക്കുന്നവരുണ്ടാവുക, സൗമ്യമായി സംസാരിക്കുന്നവരുണ്ടാവുക, ആരുടെ മുമ്പിലും ചിരിക്കുന്നവരുണ്ടാവുക. ഇവിടെ ഡോക്ടർമാർ വന്നിട്ട് ഖുർആനിൻ്റെ അവാർഡുകൾ വാങ്ങിപ്പോയി. പക്ഷേ അവരാ ഖുർആൻ എന്ന വൈജ്ഞാനികമായ ആ മഹോന്നതമായ ഇൽമ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന രോഗികളോടുള്ള അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകും. അവിടെയാണ് വെളിച്ചമുണ്ടാവുക. SLRCയിലെ അവാർഡുകളായി മാത്രം അത് മാറിപ്പോകുമ്പോഴാണ് അത് ഇൽമ മാത്രമാവുക. തൻ്റെ മുമ്പിൽ വരുന്ന രോഗിയോട് സൗമ്യമായി പെരുമാറുകയും അവൻ്റെ വിഷമങ്ങളോട് ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്യുന്നവരാണ് ഖുർആനിൻ്റെ വെളിച്ചമുള്ള ഒരു ഡോക്ടറാവുക, ഖുർആനിൻ്റെ വെളിച്ചമുള്ള ഒരു എഞ്ചിനീയർ ആവുക, ഖുർആനിൻ്റെ വെളിച്ചമുള്ള ഒരു അധ്യാപകനാവുക, ഖുർആനിൻ്റെ വെളിച്ചമുള്ള ഒരു ബിസിനസ്സുകാരനാവുക. ആ വെളിച്ചം ലഭ്യമാവുകയാണ്. ഒരുപക്ഷെ ഖുർആനിൻ്റെ ആഖ്യാന രീതി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഖുർആനിൻ്റെ പഠന തന്ത്ര രീതിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് കഥകൾ പറയലാണ്, ചരിത്രങ്ങൾ പറയലാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഖുർആൻ അങ്ങനെയാണ്. ഓരോ സന്ദർഭത്തെ നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ മനോഹരമായ ഒരു ആഖ്യാന രീതിയുണ്ട് ഖുർആനിന്. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പ്രവാചകന്മാരുടെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടാവൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ്? പ്രവാചകന്മാർ ഒക്കെയും ഉന്നത കുലജാതരായ സമൂഹത്തിൽ പിറന്നവരായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി എന്ന് പറയുന്ന ഏറ്റവും പ്രാമാണികമായ കുടുംബത്തിൽ ജനിച്ച ആളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ പാരമ്പര്യമുണ്ട്. അങ്ങനെ കുറേ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം.
പക്ഷെ ഇവര് എന്ന് വെച്ചാൽ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? മല എന്നാണ്. ഈ വിഭാഗത്തെ, ഈ സമ്പന്ന വിഭാഗം എന്നല്ല, ഈ തറവാട്ടു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് മല എന്നാണ്. എന്നാൽ ഈ മല വിഭാഗത്തിൽ ജനിച്ച പ്രവാചകന്മാർ അവരുടെ ദഅവത്ത് പൂർത്തീകരിച്ചു ഇങ്ങനെ വരുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പതുക്കെ പതുക്കെ പുറകോട്ട് പോകും. അബൂ താലിബിനെ പോലുള്ള ആളുകളൊക്കെ പതുക്കെ പുറകോട്ട് അടിച്ചു. എന്നാൽ അവർക്ക് ഖുറൈശി എന്ന് പറയുന്ന ഗോത്രത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ പ്രവാചകന്റെ ചുറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടില്ല വല്ലാതെ, ഒരു പരിധി വരെ. എന്നാൽ പ്രവാചകന്റെ വചനങ്ങൾ കേൾക്കാൻ വന്നവർ മുഴുവൻ അർദ്ധലുകളാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്, അർദ്ധലുകളാണ് എന്ന് വെച്ചാൽ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ദരിദ്രർ, പാവങ്ങൾ, സാധാരണക്കാർ, ഇങ്ങനെ കുറെ ആളുകൾ. അങ്ങനെ ഒരു ഘട്ടം വരും, ഒരു കോംപ്രമൈസിന്റെ ഘട്ടം വരും. അങ്ങനെ കോംപ്രമൈസിന്റെ ഘട്ടം വരുമ്പോൾ പ്രവാചകൻ ഈ മലകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാവരുത്, നാട്ടിൽ കുഴപ്പങ്ങൾ. അപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, നബിയെ നിങ്ങൾ ഉഷാറാണ്, ഞങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കാൻ ഒരു പ്രയാസമില്ല, ബുദ്ധിമുട്ടിക്കൂല, വിഷമിപ്പിക്കൂല. പക്ഷെ ഈ തല്ലിപ്പുള്ളികൾ എന്തിനാണ് നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നത്? ഈ അർദ്ധലുകളെ അവരെ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കാൻ പാടില്ല. നിങ്ങൾ ഉന്നത കുലജാതനാണ്. യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളെ പ്രവാചകൻ നെഞ്ചിലേക്ക് ഓർത്തെടുത്തുകൊണ്ട് പറയും, ഈ മനുഷ്യകുലത്തെ കൈവിട്ടുകൊണ്ട് എനിക്ക് ഈ ദീനിനെ പ്രബോധിപ്പിക്കാനാവില്ല. അവരെ കൈവിടുന്ന പ്രശ്നമില്ല. അങ്ങനെ വരേണ്യവർഗത്തിന്റെയോ തറവാട്ടുകാരുടെയോ പക്ഷത്ത് നിൽക്കുക എന്ന് പറയുന്ന രീതിയൊന്നും ഖുർആനിലില്ല, അല്ലെ ഇസ്ലാമിലില്ല. അതുകൊണ്ട് സാധ്യമല്ല. ഈ അർദ്ധലുകൾ, ഞാൻ ചോദിക്കട്ടെ, ഖുർആനിന്റെ ഏറ്റവും ആധുനികമായ കണ്ടസ്റ്റിൽ നിങ്ങൾ ഖുർആനിനെ വായിക്കുമോ? എങ്കിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ അർദ്ധലുകൾ നമ്മുടെ നാട്ടിലെ ആദിവാസികളാണ്, ദളിതരാണ്, ഗ്രാമാന്തരങ്ങളിൽ പാർക്കുന്ന പാവങ്ങളാണ്. അവർക്കാണ് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും അവർക്ക് വേണ്ടി നിൽക്കുവാനും കഴിയുന്ന ജ്ഞാനമാണ് ഖുർആനിനെ നമ്മൾ വായിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് വരേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. 2018 ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ ഖുർആനിനെ വായിക്കുന്നുവെങ്കിൽ 2018 അർദ്ധലുകൾ ആരാണ്? ഈ നാട്ടിലെ പിന്നോക്ക വർഗം നിൽക്കുന്ന, ദാരിദ്ര്യവർഗമായി നിൽക്കുന്ന ആദിവാസി സമൂഹം അടക്കമുള്ള ഈ നാട്ടിലെ അർദ്ധലുകളുടെ കൂടെ നിൽക്കാൻ ഇസ്ലാമിന് എത്രമേൽ കഴിയുന്നുണ്ട്. അവിടെയാണ് നേരത്തെ മുഹമ്മദ് അലിക്ക തുടക്കുമ്പോൾ പറഞ്ഞല്ലേ, റഹ്മൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. അള്ളാഹു അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹു കരുണയൊക്കെ ചെയ്യും, ശരിയാണ്. റഹ്മൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്ക് ഞാൻ കാരുണ്യം നിറക്കും. ഭാഷയുടെ വേറെ രീതിയുണ്ട്, മല്ലാ യർഹമു ലാ യുർഹം. ഇവിടെ കരുണ കാണിക്കാത്തവന് അവിടെ നിന്ന് കിട്ടുമെന്ന് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. കൊടുത്താലേ തരൂ എന്ന് പറയുന്നുണ്ട്, വെറുതെ കിട്ടൂല, കൊടുത്താലേ തരൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൊടുക്കാൻ ബാധ്യതയുണ്ട്, ഇവിടുത്തെ കൊടുക്കാൻ കഴിയണം. ഈ കരുണ വിശാലമാണല്ലേ, വളരെ വിശാലമല്ലേ. ഈ നാട്ടിലെ പാവങ്ങൾ, ദരിദ്രർ, കഷ്ടപ്പെടുന്നവൻ, ബുദ്ധിമുട്ടുന്നവൻ, വിശപ്പനുഭവിക്കുന്നവൻ. ഇസ്ലാമിൽ പ്രകടമായി മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെ പരിശോധിച്ച് നോക്ക്. ഖുർആനിനകത്ത് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവും, വളരെ ചെറിയ സമയത്തല്ലേ ഉള്ളൂ. അതിലേറെ സമയം നാം ഒരു മുസ്ലിം എന്ന നിലക്ക് മറ്റുള്ളവരുമായി ഇടപെടുന്ന സന്ദർഭങ്ങളിലെ ഇസ്ലാമിക ജീവിതമാണ്. വിശപ്പ്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, പട്ടിണി, രോഗം, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ മനുഷ്യന്റെ പ്രശ്നങ്ങളാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനാണ് 99% നമ്മളിൽ വരുന്ന ബാധ്യതകൾ. ഒരു ഖുർആൻ വായിക്കുന്നവന്റെ ഹൃദയത്തിൽ വരുന്ന ബാധ്യതകൾ അതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് പള്ളിപ്പെരുന്നാളിനും നേർച്ചക്കൊക്കെ നടത്തുന്ന കലാപരിപാടിയല്ല. യഥാർത്ഥ മതസൗഹാർദ്ദം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അവിടെ പോയൊക്കെ അവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും, മുസ്ലിം തലവേദന, ഹിന്ദു ക്യാൻസർ, അങ്ങനെയൊന്നുമില്ല. അവിടെ തലവേദന, ക്യാൻസർ, കഷ്ടപ്പാട്, ദാരിദ്ര്യം, ഇതൊക്കെ ഒരു മതത്തെയും ബാധിക്കില്ലെങ്കിലും ഇസ്ലാമിനെ ബാധിക്കുന്നതാണ്. അതാ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങളെങ്ങനെ വേർതിരിച്ചിടുന്നത്? എങ്ങനെ? എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ലേ ഖുർആനിൽ. നിങ്ങളൊക്കെ വേർതിരിച്ച് എന്തിനാണ്?
തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്ത് ഒന്നുമില്ല എന്നാണ്. ഒന്നുമില്ല. വിശക്കുന്നവന്റെ മുമ്പിൽ അവന്റെ ഒന്നും നിനക്ക് പ്രശ്നമല്ല. നീ ഒരു മുസ്ലിം ആണെങ്കിൽ, നീ ഒരു ഖുർആനിനെ അറിയുന്നവനാണെങ്കിൽ. ഞാൻ പറയണു, ആധുനിക കാലത്ത് ലോകത്തോട് സംസാരിക്കാൻ കഴിയുന്ന ഇസ്ലാമിനെ പഠിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. SLRC അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുമ്പോഴൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾ ഏഷ്യയിലാണ്, ഇസ്ലാം പക്ഷേ യൂറോപ്പിലാണ്. അതാണ് വ്യത്യാസം. ഇസ്ലാം ഇപ്പോഴുള്ളത് യൂറോപ്പിലാണ്, മുസ്ലിങ്ങൾ ഏഷ്യയിലുമാണ്. ഫ്ലോറിഡയിലെ പള്ളി തകർക്കാൻ വേണ്ടിയിട്ട് ഈ ട്രംപിൻ്റെ വൃത്തികെട്ട മുസ്ലിം വിരുദ്ധ വെറിയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ ആളുകൾ ഫ്ലോറിഡയിലെ പള്ളി തകർക്കാൻ വേണ്ടി വന്നു. പ്രകടനമായിട്ട് വരികയാണ്. അവർ വന്നപ്പോൾ പള്ളിയുടെ മുറ്റത്ത് കാണുന്ന ഒരു രീതിയുണ്ട്. എന്താ പറയുക, ഞങ്ങൾ മേ ഐ ഹെൽപ്പ്, ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ചിട്ട് വലിയ ബോർഡാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്ന പോലെ നിറയെ ബോട്ടിൽ വെള്ളം വെച്ചിരിക്കുന്നു. പ്രകടനം നടത്തി വരുന്നവർക്ക് ക്ഷീണം ഉണ്ടാവുമല്ലോ, ദാഹം മാറ്റാനാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? പള്ളി കാണണോ? പള്ളി കാണണോ? അവരൊക്കെ വിളിച്ചു കൊണ്ടുപോയി പള്ളി കാണിക്കുകയാണ്. നമ്മുടെ പള്ളികൾ എന്തൊരു ട്രാൻസ്പെറൻ്റ് ആണ്, സുതാര്യമാണ്. ആ പള്ളിക്കകത്ത് എന്താ ഉണ്ടാവുക? എന്തെങ്കിലും ഒന്നും ഉണ്ടാവോ? ഒന്നുമില്ലല്ലോ. ഒരു കാട്ടിക്കൂട്ടലും പള്ളിക്കകത്തില്ലല്ലോ. അവർ പള്ളിയിൽ നോക്കി തിരിച്ചു പോവാണ്. അന്ന് ജോൺ കെറി, UN സെക്രട്ടറി ആയിരുന്ന ജോൺ കെറി, അദ്ദേഹം ട്വീറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ഐ എം എ മുസ്ലിം, റിലീജിയസ് വൈസ് അല്ല, ഐ എം എ മുസ്ലിം. ഞാൻ ഈ കാഴ്ചപ്പാടിൻ്റെ കൂടെയാണ്. നിങ്ങൾക്കൊരു പ്രശ്നത്തെ അങ്ങനെയും നേരിടാം. നിങ്ങൾക്കൊരു പ്രശ്നത്തെ അങ്ങനെ നേരിടാം. ഇൽമ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അദബിൻ്റെ വെളിച്ചമായി ഹൃദയത്തിലുണ്ടെങ്കിൽ. എന്നാൽ മതത്തിൻ്റെ വൈകാരികത മാത്രം ഉണ്ടെങ്കിലോ, തിരൂരിലെ ഷട്ടർ പൊളിച്ചിട്ട് ആരാൻ്റെ ജിലേബി എടുത്തടിച്ചിട്ട് ഇസ്ലാമിക അനുകൂലികളായിട്ടും പ്രഖ്യാപിക്കാം. എങ്ങനെ പ്രതികരിക്കണമെന്നതും എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടത് എന്നതും നമ്മുടെ മനസ്സിലെ വെളിച്ചമാണ് തീരുമാനിക്കേണ്ടത്. ഖുർആൻ പഠിപ്പിക്കുന്ന അദബാണ് തീരുമാനിക്കേണ്ടത്. ഖുർആൻ പരിപ്രേക്ഷ്യം നടത്തുന്ന ഒരു ഇൽമാണ് തീരുമാനിക്കേണ്ടത്. ആധുനിക ലോകത്തോട് സംസാരിക്കാൻ കഴിയണം. ചെറുപ്പക്കാരായ ആളുകൾ ഇവിടെ ഉണ്ട്. അതിന് കഴിയുന്ന വിധത്തിൽ KV പോലെ വിശാലമായി അദ്ദേഹത്തിൻ്റെ കുത്തുബകൾ കേൾക്കാൻ ചെറുപ്പക്കാർ വന്ന് തള്ളിക്കയറാറുണ്ട് അവിടെ. അദ്ദേഹം ആ പറയുന്നതിലെ പ്രായോഗികമായിട്ടുള്ള ചില രീതികളുണ്ട്. ആ രീതികൾ ഒരു പ്രചരണമായി പരക്കണം. അതൊരു സ്വീകാര്യതയായി ലോകത്ത് വരണം. ഇസ്ലാമിൻ്റെ വെളിച്ചം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളാൻ കഴിയണം. കാട്ടിക്കൂട്ടലുകളല്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, മനുഷ്യനെ നന്നാക്കാനാണ് ഇസ്ലാം വന്നത്. ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് വെറുതെ മെനക്കെടരുത്. നമ്മൾ നന്നാക്കേണ്ട സാധനമൊന്നുമല്ല, അത് ഓൾറെഡി അങ്ങനെയാണ്, നല്ല സാധനമാണ്. നമ്മളെ നന്നാക്കാൻ വന്നതാണ്. നിങ്ങൾ അതിനെ നന്നാക്കാനുള്ള തിരക്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇവിടെ കാണുന്നത് മുഴുവൻ മനുഷ്യനെ നന്നാക്കാനാണ് ഇസ്ലാം വന്നതെങ്കിൽ, ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടി മനുഷ്യന്മാരൊക്കെ എന്തോ ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത പരാക്രമമാണ് പലയിടത്തും കാണുന്നത്. അത് കുഴപ്പങ്ങളുണ്ടാവും. സമൂഹത്തിന് വലിയ അസ്പൃശ്യതകൾ ഉണ്ടാവും. അള്ളാഹ്ക്ക് കാവൽ നിൽക്കാനും ഖുർആനിന് കാവൽ നിൽക്കാനൊന്നും ഇതെന്തോ ആയിപ്പോന്ന് വെച്ച് ബേജാറായിട്ടൊന്നും നമ്മൾ നിൽക്കണ്ട. ഖുർആൻ പറഞ്ഞ പോലെ ജീവിച്ചാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. സിമ്പിളാണ് കാര്യം. സിമ്പിളായ കാര്യം ഏറ്റെടുക്കൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമുദായം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കാണിക്കുന്ന വെളിച്ചം, ആ വെളിച്ചത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യൻ്റെ നന്മയിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്ത് അതിൻ്റെ വെളിച്ചമുണ്ടാക്കാൻ കഴിയുന്ന വലിയ മാറ്റം SLRC നടത്തുന്നു എന്ന് അനുഭവമുള്ള, അത് കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളുമല്ല പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നമ്മളുടെ ഈ കൂടിച്ചേരൽ അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.